ടോപ്പ് പ്ലസ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. 5ാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് ലഭിക്കാൻ സഹായകമാകുന്ന പാഠഭാഗങ്ങളാണ് ഈ ചാനലിൽ വിവരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 2ാം പാഠമാണ് വിവരിക്കുന്നത്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. അദ്ർസു സാനി അസ്വലാത്തു. നിങ്ങൾക്കറിയാമോ നിസ്കാരത്തിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന്? മുസ്ലിംകൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നിസ്കാരം. അപ്പോൾ മുസ്ലിംകൾ പല ഇബാദത്തുകളും നിർവഹിക്കുന്നുണ്ട്. നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, സ്വതക്ക ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. അശുദ്ധികൾ, നജസുകൾ എന്നിവയിൽ നിന്നെല്ലാം ശുദ്ധി വരുത്തി ഭക്തിയോടെ അത് നിർവഹിക്കപ്പെടണം. അപ്പോൾ നിസ്കാരം എങ്ങനെ നിർവഹിക്കണം? അശുദ്ധികൾ ഉണ്ടാവാൻ പാടില്ല. അശുദ്ധികൾ 2 വിധമാണ് അല്ലേ? ചെറിയ അശുദ്ധി, വലിയ അശുദ്ധിയൊക്കെ 4ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നജസ്സുകൾ, രക്തം, മലം, മൂത്രം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചാണല്ലോ. അവയൊന്നും ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നിസ്കരിക്കുമ്പോൾ ഭക്തിയോടെ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടെ നിർവഹിക്കപ്പെടണം എന്നാണ്. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയം വരിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. ഓരോ നിസ്കാരവും അതിൻ്റെ കൃത്യസമയത്ത് തന്നെ ചെയ്യണം. നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവർക്കാണ് സർവനാശവും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ല. ഉറക്കം, മറവി എന്നീ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാവുന്നതല്ല. അപ്പോൾ വെറുതെ നിസ്കരിക്കാതെ ഒരിക്കലും നടക്കാൻ പറ്റില്ല. 2 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് നിസ്കാരം ഒഴിവാക്കാൻ പാടുള്ളൂ. ഒന്നെന്താണ്? ഒന്ന് ഉറക്കം, മറ്റൊന്ന് മറവി. അറിയാതെ ഉറങ്ങിപ്പോയി എന്നാൽ കുഴപ്പമില്ല. അതുപോലെ ജോലികൾക്കിടയിലോ മറ്റോ ഒക്കെ ബന്ധപ്പെട്ട് മറന്നുപോയി, അപ്പോഴും കുഴപ്പം ഇല്ല. എന്നാൽ കാരണമില്ലാതെ ഖളാ ആയ നിസ്കാരം ഉടനെ തന്നെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഈ ഉറക്കം, മറവി കൊണ്ടല്ലാതെ നമ്മൾ മനഃപൂർവ്വമായിട്ടോ അല്ലെങ്കിൽ അശ്രദ്ധയായിട്ടോ നിസ്കാരം ഖളാ ആയിപ്പോയാൽ പെട്ടെന്ന് തന്നെ നിസ്കരിക്കൽ എന്താണ്? ഖളാ വീട്ടൽ എന്താണ്? നിർബന്ധമാണ്. അവൻ്റെ മുഴുവൻ സമയങ്ങളും അതിനായി ഉപയോഗിക്കണം. എല്ലാ സമയം പെട്ടെന്ന് തന്നെ അത് ആദ്യം തന്നെ വേഗം ഖളാ വീട്ടണം. ആസന്നമായ നിസ്കാരത്തേക്കാൾ അതിനെ മുന്തിക്കുകയും വേണം. എന്താ ആസന്നമായ നിസ്കാരം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഒരാൾ ളുഹർ മനഃപൂർവ്വം അശ്രദ്ധപൂർവ്വം ഖളാ ആക്കി, പിന്നീട് വരുന്നത് അസറാണ്. അപ്പോൾ ആസറിൻ്റെ സമയമായാൽ അസർ നിസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പെട്ടെന്ന് ളുഹർ ഖളാ വീട്ടിക്ക് വരണം. അതാണ് ആസന്നമായ നിസ്കാരത്തേക്കാൾ ആ നിസ്കാരത്തെ മുന്തിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഉറക്കം കൊണ്ടോ മറവി കൊണ്ടോ ഖളാ ആയതും ഉടനെ ഖളാ വീട്ടലും ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കലും സുന്നത്താണ്. അപ്പോൾ ഉറക്കം കൊണ്ടോ മറവി കൊണ്ടോ അങ്ങനെ ഖളാ ആയി പോയത് ഖളാ വീട്ടൽ എന്താണ്? ഉടനെ ഖളാ വീട്ടലും അതുപോലെ തന്നെ അസറിനേക്കാൾ ളുഹറിനെ പെട്ടെന്ന് ഖളാ വീട്ടലും എന്തുള്ളൂ? സുന്നത്തുള്ളൂ. അത് സുന്നത്താണ്. മറ്റേത് കാരണമില്ലാതെ പോയത് മുകളിൽ പറഞ്ഞു. കാരണമില്ലാതെ ഖളാ ആയാൽ പെട്ടെന്ന് ഖളാ വീട്ടൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് നിസ്കാരം വാജിബില്ലെങ്കിലും 7 വയസ്സ് മുതൽ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അവരെ അടിക്കലും രക്ഷിതാക്കൾക്ക് വാജിബാണ്. അപ്പോൾ അതുപോലെ നോമ്പിന് കഴിവുള്ളവരാണെങ്കിൽ നോമ്പും ഇപ്രകാരം തന്നെയാണ്. നിസ്കാരം മാത്രമല്ല, നോമ്പും 7 വയസ്സ് മുതൽ കൽപ്പിക്കപ്പെടണം. 10 വയസ്സായാൽ നോമ്പും നിസ്കാരമൊന്നും ഇല്ലെങ്കിൽ അടിയൊക്കെ കൊടുക്കണം എന്ന് പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം അതിൻ്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കാനുള്ള ഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനും ജീവിതത്തിൽ പകർത്താനുമൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് അടുത്ത ക്ലാസ്സിലെടുക്കാം.
വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.